ഗൈസ് വണക്കം അല്ല ഹലോ ഗൈസ് നമ്മൾ ഇന്നൊരു അടിപൊളി പാൻ കേക്കാണ് ഉണ്ടാക്കാൻ പോണത്. നമ്മളൊരു ദിവസം ഒരു വിപ്ഡ് കോഫിയുടെ വീഡിയോ ഇട്ടില്ലേ, മറ്റേ എന്താണ് ഈ വിപ്ഡ് കോഫിയൊക്കെ ഇങ്ങനെ വിപ്പ് ചെയ്ത് നമ്മളിങ്ങനെ ഒരു കാപ്പിയിലൊക്കെ ഇട്ട്. പക്ഷെ ഇന്ന് നമ്മൾ പാൻ കേക്കാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്താണെന്ന് ചോദിച്ചാൽ കണ്ട മുട്ട വിസ്ക് ചെയ്തെടുത്തത് ഇതുപോലെ വേണം. അപ്പം നമുക്ക് ഒന്നും കൂടെ ഈ മുട്ടന്ന് വിസ്ക് ചെയ്യാനുണ്ട്. കണ്ട ഇതുപോലെയാണ് വിസ്ക് ചെയ്യേണ്ടത്. അപ്പം ഞാൻ വിസ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വരാം. ഈ കൈസിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര ഇടണം. കണ്ട അമ്മ കുറച്ച് സഹായത്തിനുണ്ട്, അത് കാരണമാണ് നമ്മൾ ഇങ്ങനെ പഞ്ചസാര ഇടണം. നമുക്ക് ഇങ്ങനെ വേഗം വിസ്ക് ചെയ്യാം. സോ ഗൈസ് കുറച്ചും കൂടെ പഞ്ചസാര ഉണ്ടേ, മൊത്തം തീർത്ത് കട്ട് ചെയ്യാം. സോ ഗൈസ് നന്നായിട്ട് വിസ്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഫുള്ള് മൈദ നമുക്ക് ഇട്ട് കൊടുക്കണം. ഫുള്ള് ഇനി മിക്സ് ചെയ്യാം, കട്ട് ചെയ്ത് വെക്കാം. സോ ഗൈസ് നമ്മളാണെങ്കിൽ ഇത് തിക്കായിട്ടൊരു പരുവത്തിലായിട്ടുണ്ട്. ഇത് നമ്മൾ വെള്ളം പോലെ ആക്കണം, കാരണം കുറച്ച് പാലൊഴിക്കണം ഗൈസ്. ഓക്കെ, ഇനി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കട്ട് ചെയ്ത് വെക്കാം ഗൈസ്. സോ ഗൈസ് നമ്മൾ ഈ ഗ്ലാസ്സിലെ മൈദ ഒരു ഗ്ലാസ്സിലെ മൈദ നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഈ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ആവശ്യമൊന്നുമില്ല ഗൈസ്, ഇട്ട് കൊടുക്കാം. ഓക്കെ, വാട മടിയന്മാരാണ് നോക്കണേ ഗൈസ്, വണ്ണില ഒട്ടിപ്പിടിച്ചിരിക്കണേ. ഓക്കെ, ഇത്ര ആവശ്യമുള്ളൂ. ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം, കട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇനി ബാക്കിയുള്ള മൈദപ്പൊടിയും ബാക്കിയുള്ള പാലും കൂടെ മിക്സ് ചെയ്യാൻ പോകുന്നതാണ്. ആദ്യം മൈദപ്പൊടി ഫുള്ളിടാം, പിന്നെ ഉള്ള പാലും നമുക്ക് തീർക്കാം. ഓക്കെ ഗൈസ്, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മിക്സ് ചെയ്യും ഗൈസ്. കട്ടായൊന്നും ആവശ്യമില്ല ഗൈസ്, നമുക്ക് ഇങ്ങനെ വിപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാം. ഓക്കെ, സോ ഗൈസ് ഇനി നമുക്ക് ഓയിൽ ആവശ്യമാണ്. സോ ഗൈസ് ഇനി കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഈ വാനില എസൻസ് വരട്ടെ. ഓക്കെ, വാനില എസൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ വാനില എസൻസ് ഉണ്ട്. അയ്യോ ഓക്കെ നമ്മൾ നല്ല പോലെ മിക്സ് ആയിട്ടുണ്ട്. ഈ ഇതുപോലത്തെ ഒരു ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ അതിൻ്റെ ടേസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. സോ ഗൈസ് പാൻ കേക്കിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെടുത്ത് നമ്മൾ ആ ചൂട് സ്ഥലത്തിൽ നമ്മളിങ്ങനെ മറ്റേ സ്പൂൺ കൊണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോഴാണ് പാൻ കേക്ക് ആവണം. അപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. സോ ഗൈസ് നമ്മുടെ പാനൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മുടെ അമ്മ ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും ഗൈസ്. അപ്പോൾ ഇതാണെങ്കിൽ ഇങ്ങനെ ഒഴിക്കുമ്പോൾ പരത്തി കൊടുക്കുകയൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു പരുവത്തിലാക്കി എടുക്കണം. എന്നിട്ട് നമുക്കിത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം ഗൈസ്. സോ ഗൈസ് ആ ബബിൾസൊക്കെ കണ്ടിട്ട് എനിക്ക് എന്തോ പീച്ച് കൂട്ടാൻ തോന്നുന്നു ഗൈസ്. കണ്ട നമുക്കിതിങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് പാൻ കേക്ക് കിട്ടും ഗൈസ്. ഇതുപോലെയാണ് നമ്മുടെ പാൻ കേക്ക് ഉണ്ടാക്കണം ഗൈസ്. അപ്പോൾ സോ ഗൈസ് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതെടുത്ത് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം ഗൈസ്. കണ്ട നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, നമുക്ക് അടുത്തും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം ഗൈസ്. സോ ഗൈസ് നമ്മുടെ പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഹെർഷീസ് ഒഴിക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ ഒഴിക്കാൻ പോണാണ്. ഓക്കെ, നമ്മളിതിങ്ങനെ ഇങ്ങനെ ആയിട്ട് ഒഴിക്കാൻ പോണ. കണ്ടോ, ഓക്കെ, ഇതിൻ്റെ അപ്പുറത്തും കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. സോ ഗൈസ് ഇത്രയും നമുക്ക് മതി. ഓക്കെ, ഇതുപോലെ ഇരിക്കണ്ട്. ഇതാണ് ശരിക്കുള്ള പാൻ കേക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ
ഇത് തിന്നുമ്പോൾ എന്തായിരിക്കും റിയാക്ഷൻ നമുക്ക് നോക്കാം. സോ ഗൈസ്, ഇതാണ് പെർഫെക്റ്റ് ശരിക്കിനുള്ള പാൻ കേക്ക്. ഇത്രയും വലുപ്പത്തിൽ വേണം, കൂടെ ബേക്കിംഗ് സോഡ ഇടണം ഗൈസ്. അതാണ് ശരിക്കിനുള്ള പാൻ കേക്ക്. സോ ഗൈസ്, ഇനി ഞാൻ ഈ പാൻ കേക്ക് തിന്നാൻ പോണെയാണ്. ആരും കൊതിപ്പിക്കില്ലേ? സോ ഗൈസ്, പൊളിച്ചിട്ടുണ്ട്. നിങ്ങളിത് വീട്ടിലുണ്ടാക്കി നോക്കണം ഗൈസ്. പൊളിയാണ് ഗൈസ്. ഓ ഗൈസ്, മൈദയൊന്നും അധികം ഇടരുത് ഗൈസ്. സോ ഗൈസ്, നമുക്കിത് മൂന്നും കൂടെ എങ്ങനെയാണെന്ന് തിന്ന് നോക്കാം. പുകയൊക്കെ വന്നിട്ട് നല്ല ചൂടാണ്, എന്നാലും തിന്ന് നോക്കാം. സാധനം പൊളിച്ചിട്ടുണ്ട് ഗൈസ്. വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളിത് ഉറപ്പായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഞാൻ വിപ്ഡ് കോഫിയും നന്നാറ സർബത്തും സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചാൽ മതി. അപ്പോൾ ബൈ ബൈ.